ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ പലരും ഈ റീല് കണ്ടു കാണുമായിരിക്കും. കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫ് രേണു ദാസേട്ടൻ കോഴിക്കോടുമായിട്ടൊരു ചന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്നുള്ള പാട്ടിന്റെ ഒരു കവർ ചെയ്തു. ഇതിനടിയിൽ കമന്റിൽ മുഴുവൻ പൊങ്കാല പൊങ്കാല പൊങ്കാല. കെട്ടിയോ മരിച്ച പെണ്ണ് സാരി എടുത്തുകൊണ്ട് വീട്ടിലിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകരുത്, അവർക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നൂടെ എന്നൊക്കെയുള്ള രീതിയിലാണ് കമന്റ് വരുന്നത്. ഇതേ കമന്റ് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം നവീസ് ഉമ്മ മഞ്ഞി കളിച്ച സമയത്ത് ഉസ്താദ് അത് ഇതും പറഞ്ഞതിന് ഉസ്താദിനെ പോയി തെറി വിളിച്ച് പൊങ്കാല ഇട്ടത്. ഇവിടെ രണ്ടും ഫലത്തിൽ ഒരു സംഭവമല്ലേ നടന്നത്. ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നബീസ് ഉമ്മയെ വിമർശിച്ച ഉസ്താദ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഇഷ്ടമല്ലാത്ത കുറേ ആളുകളുണ്ട്. അതിങ്ങനെ നോക്കിയിരുന്നേത് ഉസ്താദന്മാരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഉടനെ ഉസ്താദ് പറഞ്ഞ് നല്ലതോ ചീത്തയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അവിടെ പൊങ്കാല ഇടാൻ പറ്റിയ എന്റെ മാക്സിമം കയറി പൊങ്കാല ഇട്ടു. നബീസുമ്മയുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് എന്തായാലും ഉസ്താദ് പൊങ്കാലയിൽ ഏറിപ്പോയി. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പുരോഹിതന്മാരോ പണ്ഡിതന്മാരോ വല്ലതും വന്നിട്ട് ഈ ഭർത്താവ് മരിച്ച രേണു ഇങ്ങനെയൊക്കെ റീൽ എടുത്ത് നടക്കുന്നതിന് അവരെയാണ് വിമർശിച്ചിരുന്നതെങ്കിൽ ആ പണ്ഡിതന്മാരെ ഈ കമന്റുകളെല്ലാം കൂടി ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേനെ. മനസ്സിലായില്ലേ ഇവിടെ സംഭവം നടക്കുന്നത്? അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഉസ്താദന്മാർ ഇഷ്ടമല്ലാത്ത വിഭാഗങ്ങൾ ആ സമയത്ത് അതങ്ങ് യൂട്ടിലൈസ് ചെയ്തു. അതിനപ്പുറത്തേക്ക് ഇവിടെ രേണു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും രേണുവിനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് ഇടുക. ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് സ്ത്രീകളും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ അതിനെ പൊങ്കാല ഇട്ടത് ഒരു വിഭാഗം വേറെ രീതിയിലും ഒരു വിഭാഗം വേറെ രീതിയിലും. സ്മെൽത്ത് ഓഫ്, വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.